അങ്ങനെയാണ് ഇവിടെ വിത്തുകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഇവിടെ ഒരു പാവയ്ക്ക വളഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മാൻഡ്രിൻ ഓറഞ്ചാണ്. ഇത് പല പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് കട്ടപ്പനയിലെ മിറക്കിൾ ഫാംസിൽ നിന്ന് കൊണ്ടുവന്ന ആണ്. ഇതിലിപ്പോൾ ഈ ഒരു ചെറിയ ചെടിയിൽ ഇപ്പോൾ ഏതാണ്ട് 40ഓളം ഓറഞ്ചുകൾ ഉണ്ട്. വിളവൊന്നും ആയില്ല, പകുതി വിളവായതേ ഉള്ളൂ. മാൻഡ്രിൻ പൊതുവെ ചെറിയ സൈസിൽ വരുന്നതും വളരെ രുചികരമായിട്ടുള്ളതുമാണല്ലോ. അപ്പോൾ മുകളിലോട്ട് കയറി പയറ് പറിക്കുന്നൊരു രംഗമാണ് ആ കാണുന്നത്. ഇത് ഒരു പാവയ്ക്ക നിന്ന് പഴുത്തുപോയി, എങ്കിലും അത് പറിച്ചേക്കാം. വീണ്ടും ഒരെണ്ണം കൂടെ ഇവിടെ നിൽക്കുന്നു, ഇതും കൂടെ പറിക്കാം. ഇതായില്ല. ഇവിടെയും ധാരാളം ബീൻസുകൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ബീൻസാണ്. ഇതിലൊരു 5-6 വിത്തുണ്ട്. ഇതൊരു കോവലാണ്. ഇന്നലെ മുഴുവൻ മഴയായിരുന്നു, പക്ഷേ എന്തോ അവിടെ അതിന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഒരു വാടൽ കാണുന്നുണ്ട്. കോവയ്ക്ക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 ഉണ്ട്. ഇലയൊക്കെ ഒന്ന് പഴുത്തിട്ടുണ്ട്. ഇന്ന് 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. അതിൻ്റെ വെള്ളം കൂടിപ്പോയതുകൊണ്ടാണോ വെള്ളം കുറവാണോ എന്നറിയില്ല. കോവയ്ക്ക പറിച്ചു. ഇത് 2 അപ്പുറത്ത് പുറയിലുണ്ട്. വെള്ളം കൂടിപ്പോയത് കൊണ്ടാവാം. വെള്ളം അതിനകത്ത് ഒരുപാടുണ്ട്. ഇത് നമ്മുടെ നാടൻ പയർ. ഇത് നമ്മുടെ റോസ് മുന്തിരിയാണ് ഈ കയറി പോകുന്നത്. ഇതെല്ലാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികളാണ്. ഇത് നമ്മുടെ സ്ട്രോബെറി ആണ്. ഇതൊരു ആപ്പിളാണ്. അങ്ങനെ ഇവിടെ ഈ ടെറസിലുള്ള ചെടികളൊക്കെ നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പോൾ എടുത്ത കൂട്ടത്തിൽ ഒന്നുകൂടെ എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇത് ഓർക്കിഡ് റോസ് എന്ന് പറയുന്ന ചെടിയാണ്. അതിങ്ങനെ പടർന്ന് ധാരാളം പൂക്കളുണ്ടാകുന്ന ഒരു റോസ് ഇനമാണ്. ഞങ്ങളുടെ തോട്ടത്തിലെ പയറുവള്ളിയിലിരുന്ന് ഊഞ്ഞാലാടുന്ന ഒരു കുരുവി അവിടെയുണ്ട്. അതിനെക്കൂടെ നോക്കട്ടെ കിട്ടുമോന്ന്. അടുക്കളയായിട്ട് ചെന്നാൽ അവൻ പോവും, അതുകൊണ്ട് അത് പറ്റത്തില്ല. കാണത്തില്ല. ആളവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ